തിരുവനന്തപുരം നഗരഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന 2 അനധികൃത സ്പാകൾ അടച്ചുപൂട്ട നഗരസഭ ആരോഗ്യ വിഭാഗം. നടപടി 2 സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കാൻ ആവശ്യമായ രേഖകളില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സ്റ്റാച്യുവിൽ സെക്രട്ടേറിയറ്റിന്റെ എതിർവശം ക്യാപിറ്റോൾ സെന്ററിൽ പ്രവർത്തിക്കുന്ന സ്പാകളാണ് അടച്ചുപൂട്ടുന്നത്. മേയർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. നാളെ മുതൽ നഗരത്തിലെ മറ്റ് കേന്ദ്രങ്ങളിലേക്കും പരിശോധന വ്യാപിപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. വ്യക്തമായിട്ടും ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർക്ക് കിട്ടിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്പർശൻ സ്പായിൽ നമ്മൾ അന്വേഷണം നടത്തി വന്നത്. സ്പർശൻ സ്പായിൽ നടത്തുന്ന, അതായത് ഓണർ മനോഹരൻ എന്നാണ് ഉടമയുടെ ലൈസൻസിയുടെ പേര്. ഒരു മാനേജറുണ്ട് റിദീൻ എന്ന് പറഞ്ഞ്. പക്ഷേ ഈ റിദീനോ മറ്റ് അവിടെ നിന്ന സ്റ്റാഫുകൾക്കോ മസാജിനുള്ളതോ അല്ലെങ്കിൽ സ്പാ നടത്തുന്നതിനുള്ള യാതൊരു അനുബന്ധ രേഖകളും ഇല്ലായിരുന്നു. അതിൽ ഇവർക്ക് 2 കെട്ടിട മുറി ഉണ്ടായിരുന്നു. ഒന്നിൽ ലൈസൻസ് എടുത്തിട്ടുണ്ട്, മറ്റൊന്ന് ലൈസൻസ് എടുക്കാതെയാണ് പ്രവർത്തിക്കുന്നത്. ആയതിനാൽ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുന്നതിന് വേണ്ടിയും ലൈസൻസ് എടുക്കാത്തതുകൊണ്ട് ആ സ്ഥാപനം സ്ഥിരമായി പൂട്ടുന്നതിനും പുള്ളിയെ സ്വമേധയാ പൂട്ടി താക്കോൽ നഗരസഭയെ ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുന്ന മുറയ്ക്കും ലൈസൻസ് എടുക്കുന്ന മുറയ്ക്കും തുറന്നു കൊടുക്കും. പിന്നെ ബന്ധപ്പെട്ട രേഖകളും ഈ പരാതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയവും അന്വേഷിച്ചിട്ട് മാത്രമേ ഇത് തുറന്നു കൊടുക്കത്തുള്ളൂ. വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലം എത്തിച്ചിരിക്കുകയാണ്. പ്രശാന്ത്, ഇപ്പോഴും പരിശോധന തുടരുകയാണോ? അനധികൃതമായി പ്രവർത്തിച്ച 2 സ്പാകളാണ് ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്പാകളിലേക്ക്, കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് പരിശോധന വ്യാപകമാക്കാൻ തന്നെയാണ് തീരുമാനവും, അല്ലേ? KP പരിശോധനകളെല്ലാം പൂർത്തിയായി ഉദ്യോഗസ്ഥർ മടങ്ങി. കോർപ്പറേഷൻ്റെ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പോലീസും എത്തിയിരുന്നു പരിശോധനയ്ക്കായി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്ന ക്യാപിറ്റൽ സെൻ്റർ എന്ന ബഹുനില കെട്ടിടത്തിൻ്റെ 2ാമത്തെ നിലയിലായിരുന്നു ഇത്തരത്തിൽ സ്പർശൻ എന്ന പേരിൽ ഒരു സ്പാ പ്രവർത്തിക്കുന്നത്. ഓപ്പോസിറ്റായിട്ട് അതായത് ഈ കെട്ടിടത്തിൽ 2 സ്പാകളായിരുന്നു പ്രവർത്തിച്ചത്. അതിൽ ഒരു സ്പായ്ക്ക് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തി. മറ്റൊരു സ്പായ്ക്കും മറ്റ് ലൈസൻസുകൾ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുന്നതുവരെ ഈ സ്പാകൾ താൽക്കാലികമായിട്ട് പ്രവർത്തനം നിർത്തിവെക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയത്. അതിന് പിന്നാലെ സ്പാ അടച്ചുപൂട്ടുകയും താക്കോൽ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതിൽ മനോഹരൻ എന്ന ഒരു ആളിൻ്റെ പേരിലാണ് ഈ സ്പാ പ്രവർത്തിക്കുന്നതെന്നാണ് അറിയുന്നത്. എന്നാൽ ഈ സ്ഥാപനത്തിലെ ഈ സ്പർശൻ സ്പായിലെ മാനേജർക്കോ മറ്റു ജീവനക്കാർക്കോ ഈ സ്പായുടെ ഉടമ ആരാണെന്ന് അറിയില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഇന്ന് മേയറുടെ നേതൃത്വത്തിൽ പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് അനധികൃതമായിട്ട് നിരവധി സ്പാകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇവയെല്ലാം കണ്ടുകിട്ടാനുള്ള റെയ്ഡ് അടക്കം നടത്തുമെന്നും മേയർ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ സ്പർശൻ എന്ന സ്പായിലേക്ക് എത്തിയത്. ഉദ്യോഗസ്ഥരെത്തി ഒരു 5 മണിയോടുകൂടി തന്നെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും പരിശോധനകളെല്ലാം നടത്തുകയും ചെയ്തു. ആ പരിശോധനയിലാണ് ഇത്തരത്തിൽ വേണ്ടത്ര ലൈസൻസുകളോ അല്ലെങ്കിൽ വേണ്ടത്ര രേഖകളൊന്നും ഇല്ലാതെയാണ് സ്പാ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ സ്പാ പൂട്ടിയിടാനുള്ള ഒരു നടപടികളിലേക്കെല്ലാം കടക്കുകയും ചെയ്തത്. ഇനിയും തുടർന്നും വരും ദിവസങ്ങളിലും അടക്കം തിരുവനന്തപുരത്ത് നഗരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പരിശോധനകൾ ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തു. ആരോഗ്യ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ സ്പായിലേക്ക് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. ഈ സ്പായിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിന് ഒരു പെൺകുട്ടി വന്നിരുന്നു. ആ പെൺകുട്ടിയോട് മോശം പെരുമാറ്റം നടത്തിയതും ഈ സ്പായിലെ ജീവനക്കാരായിരുന്നു. അതിൻ്റെ ഒരു പരാതി നേരിട്ട് ലഭിച്ചില്ലെങ്കിൽ പോലും അത്തരം വിവരം മേയർ അറിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് പരിശോധനയ്ക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും തുടർന്നും ഈ ഒരു പരിശോധന കൊണ്ട് ഇത്തരത്തിലുള്ള പരിശോധനകൾ അവസാനിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും പറയുന്നത്. വരും ദിവസങ്ങളിലും, അതായത് നാളെയും ഇതിൻ്റെ തുടർ പരിശോധനകൾ ഉണ്ടാകും. മറ്റു തലസ്ഥാനത്ത് വേറെ ഏതൊക്കെ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ അനധികൃതമായിട്ട് സ്പാ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഉദ്യോഗസ്ഥരെത്തുകയും പരിശോധന നടത്തുകയും ചെയ്യും. തിരുവനന്തപുരത്ത് ഇത് ഏറ്റവും നഗരഹൃദയം എന്ന് പറയുന്ന മാത്രം പോലെ തന്ത്രപ്രധാനമായിട്ടൊരു സ്ഥലം തന്നെയാണ്. സെക്രട്ടേറിയറ്റിന് നേരെ എതിർവശമുള്ള ഒരു ബഹുനില കെട്ടിടത്തിലാണ് ഇത്തരത്തിൽ അനധികൃതമായിട്ടൊരു സ്പാ പ്രവർത്തിച്ചത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നേരത്തെ മുൻകാലങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള റെയ്ഡുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിശോധനകളോ ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സ്പാകൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എന്നതും കൂടി എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഈ തിരുവല്ലയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനുശേഷമാണ് തിരുവനന്തപുരത്തും ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുമെന്ന് മേയർ അറിയിച്ചത്. അതും മാത്രമല്ല, മേയർ നേരത്തെ വൈകിട്ടോടു കൂടി തന്നെ മേയറുടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആ പത്രസമ്മേളനത്തിൽ മേയർ അറിയിച്ചിരുന്നു കൃത്യമായി ഇത്തരത്തിൽ നിരവധി സ്പാകൾ പ്രവർത്തിക്കുന്നത് വേണ്ടത്ര ലൈസൻസോ അനുമതികളോ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതിൻ്റെ കൂടിയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പരിശോധനകൾ നടത്തിയത്. എന്തായാലും 2 മണിക്കൂറോളം പരിശോധന നീണ്ടു. 2 സ്പാകളിലും ഉദ്യോഗസ്ഥർ പ്രവേശിക്കുകയും അതിന് വേണ്ടത്ര രേഖകളെല്ലാം പരിശോധിക്കുകയും ചെയ്തു. ആ പരിശോധനകളിലാണ് ഇത്തരത്തിൽ ഒരു സ്പായ്ക്ക് സ്പാ നടത്തുന്നതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നുമില്ല എന്ന് കണ്ടെത്തിയത്. ഇത്തരത്തിൽ നമുക്കറിയാം ഈ മസാജിങ് അടക്കമുള്ളവർ
ഉള്ളവ നടക്കുന്നു, ക്രോസ് മസാജിങ് അടക്കമുള്ളവ നടക്കുന്നു എന്നതടക്കമുള്ള പരാതികൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ആരോഗ്യ വിദഗ്ധരടക്കം ഉണ്ടാകണം, ഡോക്ടർമാരടക്കം ഇത്തരത്തിൽ വിദഗ്ധരായിട്ടുള്ള ഡോക്ടറെ കൂടി ഒരു ഇതിന് നേതൃത്വം നൽകുവാൻ അല്ലെങ്കിൽ ഈ അത്തരത്തിലുള്ളൊരു കൺസൾട്ടേഷൻ കൂടി വേണം ഇത്തരത്തിൽ സ്പാകൾ നടത്താനെന്നാണ് നിയമമുള്ളത്. എന്നാൽ അത്തരം നിയമങ്ങളോ ചട്ടങ്ങളോ ഒന്നും പാലിക്കാതെയാണ് ഇവിടെ ഇത്തരത്തിൽ സ്പാ പ്രവർത്തിച്ചത് എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പരിശോധനയിൽ ലഭിച്ച വിവരവും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും തുടർന്നും ഇത്തരത്തിൽ സ്പാകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ ഉണ്ടാകും. ഇന്ന് അതിൻ്റെ ഒരു തുടക്കമെന്ന നിലയിലാണ് നടന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ബഹുനില കെട്ടിടത്തിലാണ് ഇത്തരത്തിൽ ക്യാപിറ്റൽ കഫേ സെൻട്രൽ എന്ന് പറയുന്ന ഒരു കെട്ടിടത്തിലാണ് ഇത്തരത്തിൽ ഈ അനധികൃതമായിട്ട് ഈ മസാജിങ് സെൻറ്റർ അതായത് സ്പാകൾ പ്രവർത്തിക്കുന്നു എന്ന വിവരം ലഭിക്കുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത് പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥർ എത്തിയത്. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു ആദ്യം പരിശോധനയ്ക്ക് എത്തിയത്. തുടർന്ന് തന്നെ പിന്നാലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും ചെയ്തു. തുടർന്ന് പരിശോധന നടത്തിയതിനു ശേഷമാണ് സ്പാ അടച്ചുപൂട്ടുന്നതിനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. KP പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.